വിശുദ്ധ ബൈബിൾ പ്രകാരം രോഗസൗഖ്യങ്ങൾ ലഭിക്കാനുള്ള 15 വ്യത്യസ്ത രീതികൾ എന്തൊക്കെയാണ് എന്നൊരു വിഷയത്തിൻ്റെ ചില അടിസ്ഥാനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഒരുമിച്ച് ഇന്ന് വ്യത്യസ്ത രോഗവിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ശുശ്രൂഷയുടെ അവസാനം അനേകം രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവർ അവസാനത്തെ അനോയിൻറ്റിങ് പ്രെയർ, ആ രോഗസൗഖ്യ ശുശ്രൂഷ അത് വാച്ച് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഒരു വാക്യം നമുക്കെടുക്കാം. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 91-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. അവിടെ പ്രകാരം പറയുന്നു, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ആ വാക്യം ഒന്ന് എല്ലാവരും പറഞ്ഞേ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അപ്പം സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ, ആ വാക്കിന് ഇംഗ്ലീഷ് ബൈബിളിൽ സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ എന്നാണ് പറയുന്നത്. ചില ട്രാൻസ്ലേഷനിൽ ക്ലിങ് ടു മീ എന്ന് പറഞ്ഞാൽ ഹോൾഡ് ടൈറ്റ്ലി. അതായത് ഒരു കുഞ്ഞ് ഒരപ്പൻ്റെ കൈ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുന്നത് പോലെ, ഒരു മകൾ തൻ്റെ അമ്മയുടെ കരം ഹോൾഡ് ചെയ്തിരിക്കുന്നത് പോലെ, ശക്തമായിട്ട് പിടിച്ചിരിക്കുന്നത് പോലെ അവനോട് ഒട്ടി നിൽക്കുന്നതിനാൽ, സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ കർത്താവ് നമ്മളെ ഇന്ന് സൗഖ്യമാക്കുകയും കർത്താവ് രക്ഷിക്കുകയും ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ. എന്നൊരു വചനം പറയുന്നു, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പോൾ ഈ നാമം അറിയുക എന്ന് പറയുന്ന ആ വാക്കിന് ആംപ്ലിഫൈഡ് വേർഷൻ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹി കോൺഫിഡൻ്റ്ലി trust and relies on me. Hallelujah. Knowing that I will never abandon him, no never. എന്നുവെച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത വണ്ണം, ഹല്ലേലൂയ, ഒരുവൻ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസം. അപ്പോൾ ഈ നാമം അറിയുക എന്ന് പറയുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക, അവിടുത്തെ നാമം അറിയുക, അത് മുഖാന്തരം എന്താണ് നമ്മുടെ മേൽ ഇന്ന് സൗഖ്യവും ഇന്ന് വിടുതലും യേശു കർത്താവ് അയക്കാൻ പോവാണ്. ഹല്ലേലൂയ. അപ്പം യേശു കർത്താവിലുള്ള ഫുൾ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ്, അത് നമുക്കിന്ന് സൗഖ്യത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. എന്നിട്ട് ആ വാക്യം തുടർച്ചയായിട്ട് പറയുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും, ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പം വിശുദ്ധ ബൈബിളിലെ ദൈവമെന്ന് പറയുന്നത് എന്താണ്? മോചിപ്പിക്കുന്ന ദൈവമാണ്, നമ്മളെ മഹത്വപ്പെടുത്തുന്ന ദൈവമാണ്, നമുക്ക് ദീർഘായുസ് നൽകുന്ന ദൈവമാണ്, നമുക്ക് സംതൃപ്തനാക്കുന്ന ദൈവമാണ്, നമുക്ക് രക്ഷ കാണിച്ചു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ ഇന്ന് ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് വന്നേ. ഹല്ലേലൂയ. ചേർന്ന് നിന്ന്, ഒട്ടി നിന്ന്, സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക, അവൻ്റെ നാമം അറിയുക എന്ന് പറയുമ്പോൾ ഫുൾ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പം വിശുദ്ധ ബൈബിൾ പ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് രോഗസൗഖ്യങ്ങൾ കടന്നു വരുന്ന 15ഓളം വ്യത്യസ്ത രീതികൾ എന്താണ് എന്നൊന്ന് സംസാരിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ക്യാൻസറായിട്ടുള്ള പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വ്യത്യസ്ത ആന്തരിക അവയവങ്ങൾക്കകത്ത് സൗഖ്യങ്ങളെ ഇന്ന് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വ്യത്യസ്ത രോഗവിഷയങ്ങൾ ഇന്ന് യേശു സൗഖ്യമാക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഈ ശുശ്രൂഷയിൽ മുഴുവൻ ഇന്ന് വെളിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നട്ടെല്ലിൻ്റെ വേദനകളെ കർത്താവ് സൗഖ്യമാക്കും. മുട്ടിൻ്റെ വേദനകളെ കർത്താവ് എടുത്തു മാറ്റും. ക്യാൻസറിൻ്റെ സെല്ലുകളെ കർത്താവ് കരിച്ചു കളയും. ഹല്ലേലൂയ. ഹോർമോൺ ലെവലുകളെ കർത്താവ് നോർമലാക്കും. യൂട്രസിനകത്ത് കർത്താവ് സൗഖ്യങ്ങളെ ചെയ്യും. അത് യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി യേശു ഇന്ന് ഈ ശുശ്രൂഷയിൽ അത് ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ഭാഷ നിങ്ങളോട് തന്നെ സംസാരിച്ചട്ടെ. അപ്പം ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് രോഗസൗഖ്യം കടന്നു വരുന്ന 15 വ്യത്യസ്ത രീതികൾ. അതിനകത്ത് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് പലപ്പോഴും സൗഖ്യങ്ങൾ കടന്നു വരുന്നത്. നമുക്കറിയാം, യേശു നമ്മുടെ അപ്പനാണ്. അപ്പോൾ ഒരു പിതാവിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് എന്താണ്? നൽകുന്ന ഹൃദയമാണ്. പിതാക്കന്മാരെ ശ്രദ്ധിച്ച് അറിയാം, എല്ലാം നൽകാനുള്ള ഒരു ഹൃദയം ഒരു പിതാവിനുണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പിതാവിന് നൽകണമെങ്കിൽ പിതാവിനുള്ളതേ പിതാവിന് നൽകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ യേശു എന്ന നമ്മുടെ പിതാവിന്, നമ്മുടെ അപ്പന്, നമ്മുടെ രക്ഷകന്, നമ്മുടെ നാഥൻ എന്താണ്? തൻ്റെ പിതാവിൽ നിന്ന് സൗഖ്യമാക്കാനുള്ള ശക്തി സ്വീകരിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് യേശു സ്വീകരിച്ചത്? കാൽവരി കുരിശിൽ യേശു കർത്താവിൻ്റെ സഫറിങ്ങിലൂടെ. അതുകൊണ്ട് വചനം പറയുന്നത് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം യേശു കർത്താവ് കാൽവരി കുരിശിലേറ്റ ഓരോ മുറിവ് മുഖാന്തരവും ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന രോഗത്തെ, നമ്മുടെ ആന്തരിക അവയവങ്ങളെ, നമ്മുടെ ആന്തരിക മനുഷ്യനെ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ സൗഖ്യമാക്കാനുള്ള എല്ലാ അധികാരവും ശക്തിയും യേശു കർത്താവ് പിതാവിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പ്രാപിച്ചത്? തൻ്റെ അടിപ്പിണരാൽ, അവൻ്റെ ശരീരത്തിലേറ്റ മുറിവിനാൽ, ആ
പ്രൈസ് കൊടുത്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടതെല്ലാം യേശു കർത്താവ് അത് പിതാവിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ആ യേശുവിനോട് സ്നേഹത്തിൽ ഇന്ന് നമ്മൾ ഒട്ടി നിൽക്കുമ്പോൾ ഇന്ന് നമ്മുടെ ശരീരങ്ങളിലേക്ക് ഒരു വലിയ സൗഖ്യത്തിൻ്റെ പ്രവാഹം ഉണ്ടാകാൻ പോവുകയാണ്. ഒരു ഇലക്ട്രിസിറ്റി പോലെ ശരീരങ്ങളിലേക്ക് രോഗസൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. കാരണം അത് കുരിശിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരു പ്രൈസ് കൊടുത്ത് തൻ്റെ പിതാവിൽ നിന്ന് വാങ്ങിച്ച ശക്തിയാണ് രോഗസൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ശക്തി. ആ ശക്തി ഇന്ന് ഓരോ ശരീരങ്ങളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും ഇന്ന് പ്രവഹിക്കാൻ പോകുന്ന സമയമാണ്. അത് പ്രവേശിക്കാൻ പോകുന്ന സമയമാണ്. വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, അതൊക്കെ ഇന്ന് ശരീരങ്ങളെ വിട്ടുപോകുന്ന സമയമാണ്. വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പം ഈ രോഗസൗഖ്യം കടന്നു വരുന്ന ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? യേശുവിനോട് പറ്റി നിൽക്കുന്നവർ, യേശുവിനെ സ്നേഹിക്കുന്നവർ, യേശുവിനോട് ഒട്ടി നിൽക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി കടന്നു വരുന്ന ഒരു രോഗസൗഖ്യം, ഹല്ലേലൂയ, അതിന്ന് നമ്മുടെ ശരീരങ്ങളിലേക്ക് നമ്മളിന്ന് പ്രാപിക്കാൻ പോവാണ്. ഇനി രണ്ടാമതായിട്ട് രോഗസൗഖ്യങ്ങൾ കടന്നു വരുന്ന ഒരു രീതി എന്താണ്? വിശുദ്ധ ബൈബിൾ പറയുന്നു, വിശ്വാസത്തോടു കൂടിയുള്ള തീഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥന രോഗസൗഖ്യത്തെ കൊണ്ടുവരും. അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഇന്ന് തളർന്നു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗക്കിടക്കയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കാൻ പോവുക. കാരണം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും. തീഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥന രോഗികളെ സൗഖ്യമാക്കും. ഇന്ന് കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കാൻ പോവുകയാണ്. കാരണം വചനം പറയുന്നു, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. എന്നിട്ട് പറയുന്നു, നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തമുള്ളതും ഫലദായകവുമാണ്. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തോടുകൂടി തീഷ്ണതയോടുകൂടിയുള്ള ഏത് പ്രാർത്ഥനയ്ക്കും എന്തുണ്ട്? റിസൾട്ടുണ്ട്. ഈ മിനിറ്റുകളിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തീഷ്ണമായിട്ട് യേശുവിനോട് പ്രാർത്ഥിച്ച് ആ വചനഭാഗത്ത് പറയുകയാണ്, ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു, എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഉള്ളൊരു മനുഷ്യനായിരുന്നു ഏലിയ. ഹല്ലേലൂയ. അപ്പം പക്ഷേ ഏലിയയെക്കുറിച്ച് പറയുകയാണ്, മഴ പെയ്യാതിരിക്കുവാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മെപ്പോലെ സാധാരണ ഒരു മനുഷ്യനായിരുന്നു ഏലിയ എന്ന് ഇവിടെ വചനം പറയുന്നു. ഏലിയ നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു, നിങ്ങളെപ്പോലെ എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ ഏലിയായെ നമ്മിൽ നിന്നും, ഹല്ലേലൂയ, ഏലിയയിൽ നിന്നും വേർതിരിച്ച ഘടകം എന്താണ്? തീഷ്ണതയോടെയുള്ള പ്രാർത്ഥന. പറയുകയാണ്, മഴ പെയ്യാതിരിക്കുവാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3.5 വർഷം, 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. പക്ഷെ വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ രോഗസൗഖ്യം പ്രാപിക്കാനുള്ള രീതി എന്താണ്? വിശ്വാസത്തോടുകൂടിയുള്ള തീഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥന എന്താണ്? അത് രോഗിയെ സൗഖ്യമാക്കും. അത് കിടപ്പ് രോഗികളെ എഴുന്നേൽപ്പിക്കും. ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ശാരീരികമായിട്ട് തളർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ, ബലഹീനമാക്കപ്പെട്ട അവയവങ്ങളുണ്ടെങ്കിൽ, ഇന്ന് ആ അവയവങ്ങളുടെ മേൽ രോഗസൗഖ്യത്തിൻ്റെ ശക്തി ഇറങ്ങാൻ പോവുകയാണ്. ഈ മിനിറ്റുകളിൽ യേശുവിൻ്റെ ഇലക്ട്രിസിറ്റി, hallelujah, the healing power of Jesus is going to release into your body. നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് അത് പ്രവഹിക്കാൻ പോവുകയാണ്. ആ ശരീരങ്ങൾ ആ ശക്തിയോട് പ്രതികരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ പറഞ്ഞു. ഓരോ ശരീരങ്ങൾക്കും ഓരോ അവയവങ്ങൾക്കും ഹല്ലേലൂയ കേൾക്കാനുള്ള കഴിവുണ്ട്. ഈവൻ വചനം പറയുന്നതാണ് ശരിക്കും. സങ്കീർത്തന പുസ്തകം 148-ാം അധ്യായത്തിൽ പറയുകയാണ്, എന്താണ്? സൂര്യനും ചന്ദ്രനും ഒക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ സൂര്യനും ചന്ദ്രനും ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. സ്തുതിക്കാൻ സാധിക്കത്തില്ലായിരുന്നെങ്കിൽ വചനം എങ്ങനെയാണ് പ്രൈസ് ഹിം ദ സൺ ആൻഡ് ദ മൂൺ എന്ന് പറയാൻ സാധിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും എന്തുണ്ട്? അതിനൊരു ലിസണിങ് കേപ്പബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും എന്താണ്? വചനത്തോട് പ്രതികരിക്കാനുള്ള ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ ശക്തി വരുമ്പോൾ, ദൈവിക ജീവൻ വരുമ്പോൾ, യേശുവിൻ്റെ നാമത്തിലുള്ള രോഗസൗഖ്യത്തിൻ്റെ ശക്തി അദൃശ്യ ആത്മീയ തലങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് റിലീസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ അവയവങ്ങൾക്ക് പ്രതികരിച്ചേ മതിയാവൂ. അതിന് നോർമലായേ മതിയാവൂ. അതിൻ്റെ ഡീഫോർമാലിറ്റീസൊക്കെ കറക്റ്റഡായേ മതിയാവൂ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്ന സമയമാണ്. ഇനി മറ്റൊരു രീതി എന്താണ്? സൗഖ്യങ്ങൾ പ്രാപിക്കുന്ന മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആരാധനയിൽ രോഗസൗഖ്യം സംഭവിക്കും. എടുക്കാൻ നമുക്ക് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ്, എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കുകയും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യും. അപ്പം ആരാധിക്കുമ്പോൾ എന്താണ്? രോഗങ്ങൾ നീക്കപ്പെടും. ചില കുടുംബങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ
ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് രാത്രിയിൽ ഇരുന്ന് അപ്പനും അമ്മയും മക്കളും ഒക്കെ ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, പാട്ടുകൾ പാടി കരങ്ങൾ തട്ടി ഹല്ലേലൂയ ഒക്കെ ആരാധിക്കുമ്പോൾ എന്താണ്, രോഗങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. പാരമ്പര്യ രോഗങ്ങളുടെ കെട്ടുകൾ അഴിയും. പാരമ്പര്യ രോഗങ്ങളുടെ അവസ്ഥകൾ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സൗഖ്യത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. ആരാധന മുഖാന്തരം എന്താണ്, ആ രോഗസൗഖ്യം വരും. ഹല്ലേലൂയ. ഇനിയും നാലാമത് രോഗസൗഖ്യം വരുന്ന നാലാമത്തെ രീതി എന്താണ്, ദി ആറ്റിറ്റ്യൂഡ് ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് ഹ്യൂമിലിറ്റി ബ്രിങ്സ് ഹീലിംഗ്. അനുതാപത്തിൻ്റെയും എളിമയുടെയും ഒരു ആറ്റിറ്റ്യൂഡ്, അതെന്താണ്, സൗഖ്യത്തെ കൊണ്ടുവരും. എടുക്കാൻ നമുക്ക് യെശയ്യാ പ്രവചന ഗ്രന്ഥം അതിൻ്റെ 57-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അതങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കഥ പറയുവാണ്, ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ. അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാൻ ഇടയാക്കും. ഹല്ലേലൂയ. അപ്പം ഒരു അനുതാപമുള്ളൊരു ഹൃദയം എന്താണ്, എപ്പോഴും ആ രോഗസൗഖ്യത്തെ അട്രാക്റ്റ് ചെയ്യും. അതൊരു മാഗ്നറ്റ് പോലാണ്. എളിമയുള്ളൊരു ഹൃദയം എന്താണ്, രോഗസൗഖ്യത്തെയും വിടുതലിനെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് പോലാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് ദ ഹ്യൂമിലിറ്റി ബ്രിങ്സ് ഹീലിംഗ്. ഇനി അഞ്ചാമത്തെ രീതി എന്താണ്, സൗഖ്യങ്ങൾ വരുന്ന അഞ്ചാമത്തെ രീതി എന്താണ്, എ ബ്രോക്കൺ ഹാർട്ട് ബ്രിങ്സ് ഹീലിംഗ്. അല്ല, ഒരു തകർന്ന ഹൃദയം എന്താണ്, ഉടഞ്ഞൊരു ഹൃദയം എന്താണ്, സൗഖ്യത്തെ അട്രാക്റ്റ് ചെയ്യും. അതിനാധാരമായിട്ട് നമുക്ക് സങ്കീർത്തന പുസ്തകം 147-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. അപ്പോൾ തകർന്ന ഹൃദയം എന്താണ്, ദൈവിക സൗഖ്യത്തെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. കർത്താവ് എന്താണ്, സൗഖ്യമാക്കുന്ന കർത്താവാണ്. സങ്കീർത്തനം 34-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇന്ന് ഹൃദയം തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യു ഹാവ് എ ഹോപ്പ്. നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, നിങ്ങൾക്കൊരു സത്വാർത്തയുണ്ട്. കാരണം കർത്താവ് നിങ്ങൾക്ക് സമീപസ്ഥനാണ് എന്ന് മാറ്റമില്ലാത്ത വചനം പറയുന്നു. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും കടന്നുപോയാലും ഒരിക്കലും മാറ്റമില്ലാത്ത സത്യവചനം പറയുന്നു, നിങ്ങൾ ഹൃദയം തകർന്നവരാണെങ്കിൽ, ഹൃദയം നുറുങ്ങിയവരാണെങ്കിൽ, യേശു നിങ്ങൾക്ക് സമീപസ്ഥനാണ്. നിങ്ങളുടെ മണവാളൻ നിങ്ങൾക്ക് സമീപസ്ഥനാണ്. നിങ്ങളുടെ നല്ല ഇടയൻ നിങ്ങൾക്ക് സമീപസ്ഥനാണ്. യുവർ ഹീറോ ഈസ് വിത്ത് യു. ഹല്ലേലൂയ. നിങ്ങളുടെ രാജാവ് നിങ്ങൾക്ക് സമീപസ്ഥനാണ്. അവന് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്ന നല്ല കർത്താവാണ്. ഹല്ലേലൂയ. അപ്പം ഈ ബ്രോക്കൺ ഹാർട്ട് എന്താണ്, ഒരു സൗഖ്യത്തെ കൊണ്ടുവരും. ഇന്ന് അങ്ങനെ അനേകം പേര് ചിലപ്പോൾ എന്നെ കാണുന്നവരുണ്ട്, ഹൃദയം നുറുങ്ങി തകർന്ന് പലപ്പോഴും രോഗാവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഹൃദയത്തിൻ്റെ തകർച്ചയൊക്കെ സംഭവിക്കുന്നത്. ഞാനും അനേകം രോഗവിഷയങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ആ പല രോഗവിഷയങ്ങൾക്കകത്തും ഞാൻ കണ്ണുനീരോടെ നിലവിളിച്ചിട്ടുണ്ട്. ചില കിടക്കയിലൊക്കെ കടന്ന് ആകാശത്തോട്ട് നോക്കി മുകളിലോട്ട് നോക്കിയിട്ട് കർത്താവിനെ നോക്കി നിലവിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സൗഖ്യം സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് സാധിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നിങ്ങളുടെ ഹൃദയം നുറങ്ങി യേശുവിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമാകും. ചില അസ്ഥികളുടെ മേൽ ദൈവശക്തി ഇന്ന് വ്യാപരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില ക്ഷീണങ്ങളെ ഇന്ന് കർത്താവ് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ചില ആന്തരിക അവയവങ്ങളെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കാൻ പോവുകയാണ്. ചില ആന്തരിക മുറിവുകളെ യേശു ഇന്ന് വെച്ച് കെട്ടാൻ പോവുകയാണ്. ചില ഹൃദയത്തിനകത്തുനിന്ന് ഭാരങ്ങളെ യേശു നീക്കാൻ പോവുകയാണ്. ചില ശരീരങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവ് അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ വ്യത്യസ്ത രീതികളിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് രോഗസൗഖ്യങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. ഇനി ആറാമത്തെ രീതി എന്താണ്, വചനം പറയുന്നു, നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ സൗഖ്യം വരും. എങ്ങനെയാണ്, വചനമയച്ച് അവിടുന്ന് സൗഖ്യമാക്കും. ഹല്ലേലൂയ. അതിനാധാരമായിട്ട് നമുക്ക് എടുക്കാം ഒരു വാക്യം. സങ്കീർത്തന പുസ്തകം 107-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ചില സമയത്ത് എന്താണ്, ചില കഷ്ടതകളുണ്ടാകും. അവിടുന്ന് നിലവിളിച്ചപേക്ഷിക്കണം. ഞാനങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ട് ശരിക്കും പലപ്പോഴും. കർത്താവ് എന്നോട് കരുണ കാണിക്കണമേ. വി ആർ നോട്ട് വർത്തി ടു റിസീവ് ഹിസ് ഹീലിംഗ്. കർത്താവിൻ്റെ സൗഖ്യം സ്വീകരിക്കാൻ നമ്മളെന്താണ്, പലപ്പോഴും നമുക്കൊരു യോഗ്യതയുമില്ല. കാരണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും പലപ്പോഴും റിബലിയസ് ആയിരുന്നു.
ദൈവകൽപ്പനകൾക്ക് വിരോധമായിട്ടുള്ള ജീവിതമായിരുന്നല്ലേ. അപ്പോഴാണ് ഈ വചനത്തിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും, മക്കളല്ലേ, മക്കൾ എന്തിനാണ് നിലവിളിച്ചപേക്ഷിക്കുന്നത്? മക്കളാണെങ്കിലും തോന്നിയ പോലെ അല്ലായിരുന്നു ജീവിച്ചത്. ഹല്ലേലൂയ. തോന്നിവാസം ജീവിച്ചിട്ട് മക്കളാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിപരീതമായി ജീവിച്ചു. കർത്താവിൻ്റെ എല്ലാം ചെയ്യുന്ന പ്രവൃത്തിയും സംസാരിക്കുന്ന സംസാരവും നോക്കുന്ന നോട്ടവും ചിന്തിക്കുന്ന ചിന്തയും എല്ലാം സ്വന്തം അപ്പന് വിരോധമായിട്ടും വിപരീതമായിട്ടാണ് ആകുമ്പോൾ നമ്മൾ മക്കളാണെന്ന് പറഞ്ഞ് എങ്ങനെയാണ്? അപ്പം അതുകൊണ്ട് ചില സമയത്ത് വചനം പറയുന്നത് എന്താണ്? നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ സൗഖ്യം വരും. കർത്താവ് ദയ തോന്നി കരുണയാൽ എന്താണ്? വചനം അയച്ച് അവിടുന്ന് സൗഖ്യമാക്കും. അതാ സങ്കീർത്തനം 107:19 വാക്യം പറയുന്നത്. ഇനി 7ാമത് സൗഖ്യം വരുന്ന രീതി എന്താണ്? ദരിദ്രരോട് ദയ കാണിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കൂട്ടായ്മയിൽ എന്താണ്? ദരിദ്രരോട് നമ്മൾ ദയ കാണിക്കുമ്പോൾ സൗഖ്യം വരുമെന്ന് ദൈവവചനം പറയുന്നു. അതിനാധാരമായിട്ട് നമുക്ക് എടുക്കാം. സങ്കീർത്തന പുസ്തകം 41 1 വാക്യം പറയുന്നു, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഹല്ലേലൂയ. അപ്പോൾ ചില സമയത്ത് വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ പറയാണ്, ദരിദ്രരോട്, പാവങ്ങളോട് ദയ കാണിക്കുമ്പോൾ എന്താണ്? അങ്ങനെയുള്ള വ്യക്തികൾക്ക് സൗഖ്യം ലഭിക്കും. നമ്മുടെ രോഗശൈലിയിൽ നമ്മൾ മനുഷ്യരാണ്. ഈ ശരീരം എന്താണ്? എപ്പോൾ വേണമെങ്കിലും രോഗം വരാവുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ഇന്നലകളിൽ ഒരു പ്രശ്നമില്ലാത്തവർ പെട്ടെന്നാണ് ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഹല്ലേലൂയ. എത്രയോ വ്യക്തികളെ എനിക്കറിയാം, ക്യാൻസർ വന്ന ഒറ്റ ആഴ്ചക്കുള്ളിൽ മരിച്ചുപോയ വ്യക്തികൾ. ഹല്ലേലൂയ. ക്യാൻസറായിട്ട് മാസങ്ങളോളം സഫർ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അനേകം വ്യക്തികളുണ്ടല്ലേ. അപ്പോൾ ഒരു രോഗം വരാൻ വലിയ സമയമൊന്നും വേണ്ട. പക്ഷെ ഇവിടെ പറയുകയാണ്, ദരിദ്രരോട് ദയ കാണിച്ചാൽ എന്താണ്? നമ്മുടെ രോഗശൈലിയിൽ കർത്താവ് നമുക്ക് ആശ്വാസം നൽകും. അവിടുന്ന് നമുക്ക് രോഗശാന്തി നൽകും. നമ്മുടെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അപ്പം വിശ്വാസം മാത്രമല്ല, ചില സമയത്ത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് ദൈവവചന പ്രകാരം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും നമുക്ക് രോഗസൗഖ്യം ലഭിക്കുന്ന 15 വ്യത്യസ്ത രീതികൾ, അതിനകത്ത് 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി 8ാമത്തെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വേഗം വരാൻ ആഗ്രഹിക്കുന്നു. രോഗസൗഖ്യം ലഭിക്കുന്ന 8ാമത്തെ രീതി എന്താണ്? വചനം പറയുന്നു, മുട്ടുകുത്തി അപേക്ഷിക്കുമ്പോൾ സൗഖ്യം ലഭിക്കും. എവിടെയാണ് അങ്ങനെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 1 40 വാക്യത്തിൽ അവിടെ ഒരു കുഷ്ഠരോഗിയെ നമുക്ക് കാണാൻ സാധിക്കും. ആ വചനം പറയുകയാണ്, ശരിക്കും ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ആ കുഷ്ഠരോഗി എന്താണ്? മുട്ടുകുത്തി യേശുവിനോട് അപേക്ഷിക്കുകയാണ്. ചില സമയത്ത് ചില പ്രാർത്ഥനകളൊക്കെ എന്താണ്? അത് ആ മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂമിലിറ്റിയാണ്, അല്ലേ? അതൊരു എളിമയാണ്. ശരിക്കും ഉയർന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ, ഒരു ഉയർന്നവൻ്റെ മുൻപിൽ നമ്മൾ എളിമപ്പെടുന്നു, താഴ്മപ്പെടുന്നു. അപ്പം മുട്ടുകുത്തി ഉള്ള ചില പ്രാർത്ഥനകൾക്ക് എന്താണ്? വേഗത്തിൽ ചില സൗഖ്യങ്ങളെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ എൻ്റെ ലൈഫിനകത്ത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചില ജീവിത സാഹചര്യങ്ങളിൽ മുട്ടുകുത്തി കർത്താവിൻ്റെ സന്നിധിയിൽ. അതെന്താണ്? ഇറ്റ് ഈസ് എ prophetic act of humility and humbleness. എളിമയുടെയും താഴ്മയുടെയും അനുതാപത്തിൻ്റെയും ഒരു പ്രൊഫറ്റിക് എന്താണ്? ഒരു പ്രൊഫറ്റിക് വേ ആണ്, അല്ലേ? ഒരു പ്രൊഫറ്റിക് സൈനാണ് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ വചനം പറയുന്നു, ആ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തൽക്ഷണം എന്താണ്? ആ രോഗി സൗഖ്യമായി. ഹല്ലേലൂയ. അപ്പം വിശുദ്ധ ബൈബിൾ രോഗസൗഖ്യം പ്രാപിക്കാനുള്ള വ്യത്യസ്ത രീതികൾ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇനി രോഗസൗഖ്യം പ്രാപിക്കാനുള്ള 9ാമത്തെ രീതി എന്താണ്? പാപം ക്ഷമിക്കപ്പെടുമ്പോൾ രോഗസൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. അപ്പം ചില രോഗവിഷയങ്ങളുടെ പിന്നിൽ റൂട്ട് കോസ് എന്താണ്? അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ചില ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളാണ്. ചില പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ ആ ക്ഷമിക്കപ്പെടുന്ന സമയത്ത് തന്നെ എന്താണ്? രോഗസൗഖ്യം ലഭിക്കും. അതിനാധാരമായിട്ട് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 2 അവിടെ നമുക്കൊരു തളർവാദ രോഗിയെ കാണാൻ സാധിക്കും. ആ തളർവാദ രോഗിയെ എല്ലാവരും എടുത്ത് യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ യേശു ആ തളർവാദ രോഗിയെ നോക്കി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? യേശു പറയുവാണ്, നിൻ്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു.
ഹല്ലേലൂയ. എന്നിട്ട് തുടർച്ചയായിട്ട് യേശു പറയുന്നു, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളവാതിരിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം ആ വ്യക്തി എന്താണ്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക, എല്ലാവരും വിസ്മയിപ്പിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഇവിടെ നമുക്കറിയാം, യേശു കർത്താവ് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ചെയ്ത പ്രവൃത്തി എന്താണ്? യേശു കർത്താവ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ചില രോഗസൗഖ്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ആദ്യം എന്താണ്? പാപക്ഷമയുണ്ടാകണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഏതു മനുഷ്യനും കൃപയുടെ സിംഹാസനത്തിന് മുൻപിലേക്ക് കടന്നു വന്ന് ഏറ്റവും വേഗത്തിൽ പാപക്ഷമ പ്രാപിക്കാൻ സാധിക്കും. നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകിയാൽ നമ്മുടെ പാപങ്ങൾ എന്താണ്? തൻ്റെ രക്തത്താൽ കഴുകി നമ്മളെ ശുദ്ധീകരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പാപക്ഷമ സ്വീകരിക്കുമ്പോൾ, അങ്ങനെയുള്ള പാപക്ഷമ നമുക്ക് സംഭവിക്കുമ്പോൾ ചില രോഗങ്ങൾ സൗഖ്യമാകും. ഇന്ന് ഈ സമയത്ത് നിങ്ങളെന്നെ കാണുമ്പോൾ, എന്നെ കേൾക്കുമ്പോൾ, ഈ മിനിറ്റുകളിൽ ദൈവം കൃപ മുഖാന്തരം, ഹല്ലേലൂയ, എവിടെയൊക്കെ നിങ്ങൾ വീണു പോകാമായിരുന്നു, എവിടെയൊക്കെ നിങ്ങൾക്ക് തകർന്നു പോകാമായിരുന്നു, എന്നേ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാമായിരുന്നു. പക്ഷേ ഈ മിനിറ്റുകളിൽ, ഈ മണിക്കൂറുകളിൽ സ്വർഗം നിങ്ങളെ ഈ ശുശ്രൂഷയുടെ മുമ്പിലേക്ക് എത്തിച്ചെങ്കിൽ ഹല്ലേലൂയ, അത് കൃപ മുഖാന്തരം മാത്രമാണ്. ചില പാപങ്ങളൊക്കെ അനുദപിക്കാൻ വേണ്ടിയാണ്, ചില പാപങ്ങൾക്കൊരു ക്ഷമ യേശുവിനോട് ചോദിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, വർഷങ്ങളായിട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ പീഡിപ്പിക്കുന്ന, നിങ്ങളെ ടോർമെൻറ്റ് ചെയ്യുന്ന ചില രോഗവിഷയങ്ങൾക്കകത്തുനിന്ന് ഈ മിനിറ്റുകളിൽ കൃപ മുഖാന്തരം യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ അടിപ്പിണരുള്ള സൗഖ്യം നിങ്ങളുടെ ശരീരങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സൗഖ്യം ഇന്ന് ഈ മിനിറ്റുകളിൽ വ്യാപരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പാപക്ഷമ പലപ്പോഴും എന്താണ്? രോഗസൗഖ്യത്തെ കൊണ്ടുവരും. ഇനിയും രോഗസൗഖ്യം ലഭിക്കുന്ന മറ്റൊരു രീതി എന്താണ്? ചില ദുരാത്മാക്കളെ, 10ാമത്തെ രീതി എന്താണ്? ചില ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുമ്പോൾ രോഗസൗഖ്യം ലഭിക്കും. നമുക്കറിയാം, ദൈവവചനം സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് സിക്നസ് എന്ന് പറയുന്ന ആ ഒരു സ്പിരിറ്റിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അപ്പോൾ ചില രോഗങ്ങളുടെ കാരണം എന്താണ്? ചില ദുരാത്മാക്കളാണ്, ചില അശുദ്ധ ആത്മാക്കളാണ്, ചില പൈശാചിക സ്പിരിറ്റുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള അശുദ്ധ ആത്മാക്കളെ, പൈശാചിക സ്പിരിറ്റുകളെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ ആ രോഗത്തിൽ നിന്ന് നമുക്ക് വിമുക്തി ലഭിക്കും. നമുക്ക് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിക്കാനിടയാകും. അതിനാധാരമായിട്ട് നമുക്കിടയ്ക്ക് ഒരു വാക്യം, ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 13ാമത്തെ അധ്യായം 10ാമത്തെ വാക്യം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം എന്താണ്? 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച്, അപ്പോൾ ഒരു ആത്മാവ്, ഒരു ദുരാത്മാവ് ഒരു വ്യക്തിയെ എന്ത് ചെയ്തു? രോഗിണിയാക്കി. അപ്പോൾ അത് മുഖാന്തരം ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? കൂന് സംഭവിച്ചു. അപ്പോൾ പല രോഗവിഷയങ്ങളുടെ പിന്നിലും എന്താണ്? പലപ്പോഴും ചില അശുദ്ധ ആത്മാക്കളാണ്. ഒത്തിരി വ്യക്തികളുടെ ലൈഫിനകത്ത് ഞാൻ ഡെലിവറൻസ് ശുശ്രൂഷിക്കകത്ത് ഈ ക്യാൻസർ, ഞാൻ ആദ്യം ചിന്തിച്ചത് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ശാരീരിക രോഗമാണെന്നാണ്. അത് ശാരീരിക രോഗം തന്നെയാണ്. പക്ഷേ പല ഡെലിവറൻസ് ശുശ്രൂഷയ്ക്കകത്ത് സ്പിരിറ്റ് ഓഫ് ക്യാൻസർ മാനിഫെസ്റ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഐ ആം ദ സ്പിരിറ്റ് ഓഫ് ക്യാൻസർ. അപ്പോൾ ഇവരുടെ കുടുംബത്തിനകത്ത് പല തലമുറകളിലും ഞാനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവരുടെ പ്രീവിയസ് ജനറേഷനിലും ക്യാൻസർ ആയിരുന്നു, അതിന് മുമ്പുള്ള ജനറേഷനിലും ക്യാൻസർ ആയിരുന്നു. ഇവരുടെ തലമുറകളിലെല്ലാം തന്നെ ക്യാൻസർ വരാനുള്ള കാരണം എന്താണ്? ഞാനാണെന്നൊക്കെ പറഞ്ഞ് പല സ്പിരിറ്റുകൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലല്ലേ? അപ്പോൾ ക്യാൻസർ എന്താണ്? ആ ക്യാൻസർ എന്ന് പറഞ്ഞാൽ രോഗത്തിന് പിന്നിൽ ഒരു ദുരാത്മാവുണ്ട്. അതുപോലെ തന്നെ പല രോഗവിഷയങ്ങൾക്ക് പിന്നിലും എന്തുണ്ട്? പല പൈശാചിക സ്പിരിറ്റുകളുണ്ട്. അപ്പോൾ ആ സ്പിരിറ്റുകളെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ ആ കുടുംബങ്ങളിൽ നിന്ന്, ആ തലമുറകളിൽ നിന്ന്, ആ വ്യക്തികളിൽ നിന്ന് എന്താണ്? രോഗങ്ങൾ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ 18 വർഷമായി ആത്മാവ് ബാധിച്ച്, അശുദ്ധ ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത ഒരുവൾ ഉണ്ടായിരുന്നു എന്ന് വചനം പറയുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, സ്ത്രീയെ, നിൻ്റെ രോഗത്തിൽ നിന്ന് നീ വിമോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് അവിടെ എന്താ ചെയ്യുന്നത്? ഹി വാസ് ഡൂയിങ് എ ഡെലിവറൻസ് സർവീസ്. ഹി വാസ് കാസ്റ്റിംഗ് ഔട്ട് ദറ്റ് സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി. ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെയുള്ള അശുദ്ധ ആത്മാക്കൾ, ദുഷ്ട അരൂപികൾ, ഹല്ലേലൂയ, എനി സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി, യു വിൽ ബി ബൗണ്ട് ആൻഡ് ചെയിൻഡ് റൈറ്റ് നൗ ഇൻ ജീസസ് മൈറ്റി നെയിം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ അശുദ്ധ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ദുരാത്മാക്കൾ, ദ സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി, ദ സ്പിരിറ്റ് ഓഫ് സിക്നസ്, യു വിൽ ബി ബൗണ്ട് റൈറ്റ് നൗ ഇൻ ജീസസ് മൈറ്റി നെയിം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള സ്പിരിറ്റുകളെ ബന്ധിച്ച് ശരീരങ്ങളിൽ നിന്ന് പുറത്തു പോകുവാൻ ഞാനിപ്പോൾ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്നു, വർഷങ്ങളായി പഴക്കമുള്ള ചില തലവേദനകൾ, ഹല്ലേലൂയ, ചില സഹോദരിമാരോട് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് പറയുന്നു വർഷങ്ങൾ പഴക്കമുള്ള, കർത്താവിനെ 25
21 എന്ന ഒരു നമ്പർ കാണിക്കുന്നു. ഹീസ് ഷോയിങ് മീ റൈറ്റ് നൗ. 21 വ്യക്തികൾ, ഇപ്പോൾ ഈ ശുശ്രൂഷ വാച്ച് ചെയ്യുന്നവർ, ചിലപ്പോൾ പിന്നീട് വാച്ച് ചെയ്യുന്നവർ, 21 പീപ്പിൾ. ഹല്ലേലൂയ. ആ വ്യക്തികൾക്ക് എന്താണ് ഭയങ്കരമായിട്ട് ഓൺ ആൻഡ് ഓഫ് നിങ്ങൾക്ക് ഫ്രീക്വൻ്റായിട്ട് തലവേദനകൾ വന്നു വരുന്നു. കർത്താവിനോട് പറയുന്നു, അതിൻ്റെ പിന്നിൽ ചില പൈശാചിക അന്ധകാര സ്പിരിറ്റുകളുണ്ട്, ചില സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റീസ് ഉണ്ട്, ചില സ്പിരിറ്റ് ഓഫ് സിക്നസ്സുകളുണ്ട്. ഈ സമയത്ത് അങ്ങനെയുള്ള സ്പിരിറ്റുകൾ ചങ്ങലയ്ക്ക് ഇടപെടുന്ന സമയമാണ്. ദേ ആർ ഗോയിങ് ടു ബി ബൗണ്ട് ആൻഡ് ചെയിൻഡ് ഇൻ ദിസ് അവർ. അവരുടെ ടൈം എക്സ്പയർ ചെയ്യുവാണ്. അങ്ങനെ രോഗങ്ങളെ സൃഷ്ടിക്കുന്ന, തലവേദനകളെ സൃഷ്ടിക്കുന്ന, ഹല്ലേലൂയ, ആ സ്പിരിറ്റുകൾ, സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ. ഐ റിലീസ് ദ ഏഞ്ചൽസ് ഓഫ് ഗോഡ് ടു ബൈൻഡ് ദോസ് സ്പിരിറ്റ്സ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഓരോ ശരീരങ്ങളിൽ നിന്ന്, ഓരോ വ്യക്തികളുടെ ആത്മീയ അന്തരീക്ഷങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള തലവേദനകൾ ഉണ്ടാക്കുന്ന പൈശാചിക സ്പിരിറ്റുകൾ, അന്ധകാര സ്പിരിറ്റുകൾ ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. കം ഔട്ട് ആൻഡ് ലീവ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് മൈറ്റി നെയിം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ, പ്രൈസ് യു ജീസസ്, വർഷിപ്പ് യു ലോർഡ്. ഇപ്പോൾ രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്ന വ്യത്യസ്ത രീതികൾ. 10ാമത്തെ രീതി എന്താണ്? അശുദ്ധ ആത്മാക്കൾ ബന്ധിച്ച് ബഹിഷ്കരിക്കപ്പെടുമ്പോൾ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഇനിയും രോഗസൗഖ്യം സംഭവിക്കുന്ന മറ്റൊരു രീതി എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ എന്താണ്? ആ വിശ്വാസം സൗഖ്യത്തെ കൊണ്ടുവരും. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 8ാം അധ്യായത്തിനകത്ത് 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. ഹല്ലേലൂയ. ആർക്കും സുഖപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു സ്ത്രീ. അവളെന്താണ്? വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് ഇതുപോലെ ഹെവി ബ്ലീഡിങ് അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, ഇറഗുലർ മെനിസ്ട്രൽ സൈക്കിളിനകത്ത് വിഷയത്തിനകത്ത് കടന്നു പോകുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ഇന്ന് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുവാൻ പോവുകയാണ്. അന്ന് ആ വർഷങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയെ സൗഖ്യമാക്കിയ അതേ ശക്തി, ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ യു റൈറ്റ് നൗ. ദ സെയിം ജീസസ് ഈസ് ഹിയർ. അതേ യേശു ഈ സമയത്ത് ഈ ശുശ്രൂഷയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ആ യേശുവിൻ്റെ, ഹല്ലേലൂയ, യേശുവിൽ നിന്ന് ആ സൗഖ്യമാക്കുന്ന ശക്തി, ആ രക്തസ്രാവത്തെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച അതേ ശക്തി ഈ സമയത്ത് നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. താങ്ക് യു ഫാദർ. കർത്താവ്, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, അതുപോലുള്ള അങ്ങയുടെ പ്രിയ മക്കൾ, അങ്ങയുടെ പ്രിയ കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, ഇറഗുലർ മെനിസ്ട്രൽ സൈക്കിളുകൾ, ഹല്ലേലൂയ, നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ്ങുകൾ, അത് മുഖാന്തരം ഭാരപ്പെടുന്ന ആ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മിനിറ്റിൽ കർത്താവേ, ഈ സെക്കൻഡിൽ ആ 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ പിന്നീടല്ല സൗഖ്യമാക്കിയത്, അങ്ങയുടെ ശക്തി പുറപ്പെട്ട അതേ സെക്കൻഡിൽ അത് സൗഖ്യം സംഭവിച്ചെങ്കിൽ ഇപ്പം ഈ സമയത്ത് കർത്താവേ, അതുപോലുള്ള വിഷയത്തിൽ ഭാരപ്പെടുന്ന അങ്ങയുടെ പ്രിയ മക്കൾ ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കട്ടെ. ആ ശരീരങ്ങൾ, ആ യൂട്രസുകൾ, അവരുടെ ഹോർമോണൽ സിസ്റ്റംസ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റിസീവ് ദാറ്റ് ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഫാദർ, പ്രൈസ് യു ഫാദർ, വർഷിപ്പ് യു മൈ ഫാദർ, അഡോർ യു മൈ ഫാദർ. ഇനി ഈ സൗഖ്യം കൊണ്ടുവരുന്ന മറ്റൊരു രീതി എന്താണ്? ദ ഹോളി കമ്മ്യൂണിയൻ വിൽ ബ്രിങ് ഹീലിംഗ്. യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ പാർട്ടാകുമ്പോൾ അത് മുഖാന്തരം നമ്മുടെ ശരീരത്തിലേക്ക് സൗഖ്യങ്ങൾ കടന്നു വരും. അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. 1 Corinthians അതിൻ്റെ 11ാം അധ്യായത്തിൻ്റെ 28ാമത്തെ വാക്യത്തിൽ അതിനാധാരമായിട്ടൊരു വചനം കിടപ്പുണ്ട്. അവിടെ പറയുന്നു, ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. 29ാമത്തെ വചനം പറയുന്നു, എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. ഹല്ലേലൂയ. എന്താണ്? ചിലർ മരിച്ചു പോകാനുള്ള കാരണം, ചിലർ ബലഹീനരാക്കപ്പെടാനുള്ള കാരണം, ചില രോഗികളായി മാറാനുള്ള കാരണം എന്താണ്? ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ തന്നെ എന്താണ്? അതിൻ്റെ മറ്റൊരു സൈഡ് ഉണ്ടല്ലേ. അപ്പോൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളാണെന്ന് അറിഞ്ഞു ഭക്ഷിച്ചാൽ എന്താണ്? അതിനകത്തൊരു ആത്മീയ ശക്തിയുണ്ട്. അത് പലപ്പോഴും നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കും, നമ്മുടെ ക്ഷീണത്തെ അത് റിമൂവ് ചെയ്യാൻ കാരണമാണ്. ദുർബലമാക്കപ്പെട്ട ശരീരങ്ങൾ എന്താണ്? ബലം പ്രാപിക്കും. അല്ല, ചില മരണങ്ങളെയൊക്കെ അത് ക്യാൻസൽ ചെയ്യും.
താങ്ക് യു ലോർഡ് ജീസസ്. അപ്പം വ്യത്യസ്ത രീതികളിൽ നമുക്ക് പിതാവിൽ നിന്ന്, യേശുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് സൗഖ്യങ്ങളെ പ്രാപിക്കാം. സോ ഹോളി കമ്മ്യൂണിയൻ ഓൾസോ ക്യാൻ ബ്രിങ് ഹീലിംഗ്. എൻ്റെ വ്യത്യസ്ത ആത്മീയ ജീവിതത്തിനകത്ത് അങ്ങനെ യേശുവിൻ്റെ ശരീര രക്തങ്ങളുടെ പാർട്ടാകുന്ന സമയത്ത് പലപ്പോഴും ക്ഷീണവും തളർച്ചയൊക്കെ മാറിയ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. രോഗസൗഖ്യങ്ങൾ എൻ്റെ ശരീരങ്ങളിൽ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? സൗഖ്യത്തെ കൊണ്ടുവരും. ഇനിയും സൗഖ്യത്തെ കൊണ്ടുവരുന്ന 13ാമത്തെ രീതി എന്താണ്? ഒബീഡിയൻസ് ബ്രിങ്സ് ഹീലിംഗ്. അനുസരണം സൗഖ്യത്തെ കൊണ്ടുവരും. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം, അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു അന്ധനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ യേശു നടന്നു പോകുമ്പോൾ ആ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കാണുകയാണ്. എന്നിട്ട് യേശു കർത്താവ് ചെയ്തൊരു പ്രവൃത്തി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ അനുസരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അനുസരണം എന്താണ്? സൗഖ്യത്തെ കൊണ്ടുവരും. അവിടെ യേശു കർത്താവ് അവനെ നേരിട്ട് സൗഖ്യമാക്കുന്നതിന് പകരം യേശു ചെയ്ത പ്രവൃത്തി എന്താണ്? യേശു നിലത്ത് തുപ്പി. ആ തുപ്പൽ കൊണ്ട് കർത്താവ് ഒരു ചെളി ഉണ്ടാക്കി. എന്നിട്ട് ആ ചെളി എന്ത് ചെയ്തു? ആ അന്ധൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി എവിടെ പോകണം? സീലോഹ എന്ന് പറയുന്ന ഒരു കുളത്തിൽ പോകണം. അയക്കപ്പെടുന്നവൻ എന്നർത്ഥം അതിന്. അവിടെ പോയി കഴുകുക. കഴുകുമ്പോൾ നിനക്ക് കാഴ്ചശക്തി ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ അന്ധൻ പറയുകയാണ്, കർത്താവെ അങ്ങ് നേരിട്ട് ഇപ്പം അങ്ങ് സൗഖ്യമാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ആ അന്ധൻ യേശുവിനോട് വാദിക്കാൻ പോയോ? ഇല്ല. അവിടെ എന്താണ്? അനുസരണമാണ്, ഒബീഡിയൻസ് ആണ്. ആ ഒബീഡിയൻസ് എന്ത് ചെയ്യുന്നു? അത് സൗഖ്യത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ അന്ധൻ ആ ചെളി കഴുകാൻ വേണ്ടി അവനിവിടെ പോയി, സിലോഹ എന്ന് പറയുന്ന കുളത്തിലേക്ക് പോയി. അവിടെ പോയി കഴുകിയപ്പോൾ അവൻ എന്ത് സംഭവിച്ചു? അവൻ കാഴ്ചയുള്ള അവനായി തിരികെ വന്നു. അവന് സൗഖ്യം ലഭിച്ചു. ഹല്ലേലൂയ. അപ്പം അനുസരണം പലപ്പോഴും എന്താണ്? ആ അനുസരണം ശരിക്കും സൗഖ്യത്തെ കൊണ്ടുവരും. അപ്പോൾ വ്യത്യസ്ത രീതികളാണ് സൗഖ്യങ്ങൾ ലഭിക്കാനുള്ള വ്യത്യസ്ത രീതികൾ നമ്മൾ നോടിച്ചു പറയുന്നു. ഇനിയും സൗഖ്യം കൊണ്ടുവരുന്ന അടുത്ത ഒരു കാര്യം എന്താണ്? 14ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിഷിക്തരുടെ വാക്കുകൾ അനുസരിക്കുമ്പോൾ സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. അങ്ങനെ വചനമുണ്ടോ? എടുക്കാം. നമുക്ക് 2 രാജാക്കന്മാർ അതിൻ്റെ 5-ാമത്തെ അധ്യായം ഒന്ന് പരിശോധിക്കാം. ദൈവത്തിൻ്റെ അഭിഷിക്ത, ദൈവം അപ്പോയിൻ്റ് ചെയ്ത ദൈവത്തിൻ്റെ അഭിഷിക്തനായവർ അവരുടെ വാക്കുകൾ അനുസരിക്കുമ്പോൾ, അവർ കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ എന്താണ്? സൗഖ്യം ലഭിക്കും. എടുക്കാം. 2 രാജാക്കന്മാർ അതിൻ്റെ 5-ാം അധ്യായം. അതിനകത്ത് നമുക്ക് നാമാൻ എന്ന് പറയുന്ന സിറിയ രാജാവിൻ്റെ ഒരു സൈന്യാധിപനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. അപ്പം നാമാൻ എന്താണ്? ശരിക്കും കുഷ്ഠരോഗിയാണ്. അപ്പം നാമാൻ ആ കുഷ്ഠരോഗം മാറുവാൻ വേണ്ടി എന്താണ്? ഏലീഷയുടെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഏലീഷയുടെ പടുക്കൽ നിൽക്കുമ്പോൾ ഏലീഷ എന്ത് ചെയ്തു? ഒരു ദൂതനെ അയച്ചുകൊണ്ട് പറയുവാണ്, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഒരു അഭിഷിക്തൻ്റെ കൽപ്പന, ഒരു അഭിഷിക്തൻ പുറപ്പെടുവിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് അല്ലേ, ഒരു വാക്കാണ്. പറയുന്ന, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. ആ കുളിക്കുമ്പോൾ നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. നമുക്കറിയാം നാമാൻ ആദ്യം അത് അനുസരിച്ചില്ല. പക്ഷെ പിന്നീട് അവൻ അനുസരിച്ചപ്പോൾ അത് സംഭവിച്ചത്, അവന് സൗഖ്യം സംഭവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തരുടെ വാക്കുകൾ അനുസരിക്കുമ്പോൾ സൗഖ്യങ്ങൾ കടന്നു വരും. അതിന് 2 രാജാക്കന്മാർ അതിന് 5 ആ അധ്യായം അതിന് ആധാരമായിട്ട് നമുക്ക് എടുക്കാം. ഇനി 15ാമത്തെ രീതി, സൗഖ്യം വരുന്ന 15ാമത്തെ രീതി എന്താണ്? നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്ത നന്മ പ്രവൃത്തികളെ ദൈവ തിരുമുൻപാകെ ഓർമ്മപ്പെടുത്തുമ്പോൾ എന്താണ്? സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. എന്താണ്? നമ്മൾ ദൈവത്തിനു വേണ്ടി ചെയ്ത നന്മ പ്രവൃത്തികളെ ദൈവ തിരുസന്നിധിയിൽ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കും. അതിനാധാരമായിട്ട് നമുക്ക് 2 രാജാക്കന്മാർ 20-ാമത്തെ അധ്യായത്തിൽ ഹെസക്കിയ എന്ന് പറയുന്ന ആ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം എന്താണ്? രോഗബാധിതനായി മരണത്തോട് മല്ലടിച്ച് ഹല്ലേലൂയ കിടക്കുകയാണ്. അപ്പം ഏശയ്യാ പ്രവാചകൻ ഹെസക്കിയയുടെ അടുക്കലേക്ക് ഒന്ന് പറയുവാണ്, നീ മരിക്കാൻ പോവുകയാണ്, നീ ജീവിതങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തിയോ എന്ന് പറയുമ്പോൾ ഹെസക്കിയ ചെയ്ത ഒരു പ്രവൃത്തി, അതൊരു പാറ്റേൺ ആണ്. അത് ചില സൗഖ്യങ്ങളെ കൊണ്ടുവരുന്ന പാറ്റേൺ ആണ്. അപ്പം സൗഖ്യത്തിൻ്റെ പാറ്റേൺ പലപ്പോഴും നമ്മൾ യേശുവിൽ വിശ്വസിച്ചു. വിശ്വാസം മുഖാന്തരമാണ് എല്ലാ സൗഖ്യവും വരുന്നത്. കാൽവരി കുരിശിൽ യേശു കർത്താവ് എടുത്ത ജയം മുഖാന്തരവും കർത്താവ് കൊടുത്ത പ്രൈസ് മുഖാന്തരവുമാണ് എല്ലാ സൗഖ്യങ്ങളും വരുന്നതെങ്കിലും വ്യത്യസ്ത പാറ്റേണുകൾ സൗഖ്യത്തെ സംബന്ധിച്ച് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഹെസക്കിയയിലൂടെ നമുക്ക് മറ്റൊരു പാറ്റേൺ കാണാൻ സാധിക്കും. എന്താണ്? ഹെസക്കിയ ദൈവത്തിന് വേണ്ടി ചെയ്ത നന്മ പ്രവൃത്തികളെ ദൈവ തിരുമുമ്പാകെ ഓർമ്മിപ്പിച്ചപ്പോൾ നമുക്കറിയാം ദൈവം സൗഖ്യം റിലീസ് ചെയ്യുന്നു, ആയുസ് മൂട്ടുകൂട്ടി കൊടുക്കുന്നു. നമുക്കറിയാം വാക്യം 2 രാജാക്കന്മാർ അതിൻ്റെ 20-ാം അധ്യായം
അധ്യായത്തിൽ ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഏശയ്യ വന്ന് പറയുകയാണ്, നിൻ്റെ ജീവിതം തീരാൻ പോവുകയാണ്, നിൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിക്കുക എന്ന് പറയുമ്പോൾ ഹെസക്കിയ ചുവരിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവേ, എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ എത്ര വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടിയാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്ത ചില നന്മകൾ, നല്ല പ്രവൃത്തികൾ എന്താണ്, ചില സമയത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ അതൊരു പാറ്റേൺ ആണ്. അങ്ങ് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞപ്പോൾ നമുക്കറിയാം ഏശയ്യയോട് വീണ്ടും കർത്താവ് പറയുവാണ്, ഇല്ല, അവൻ്റെ ആയുസ് ഞാൻ കൂട്ടിക്കൊടുക്കാൻ പോവാണ്, അവൻ്റെ ജീവിതത്തെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്, അവൻ്റെ രോഗത്തെ ഞാൻ സൗഖ്യപ്പെടുത്താൻ പോവാണ്. അപ്പോൾ വിശുദ്ധ ബൈബിളിൽ രോഗസൗഖ്യത്തിന് വേണ്ടി വ്യത്യസ്ത പാറ്റേണുകൾ നമുക്ക് കാണാൻ സാധിക്കും. 15ഓളം വ്യത്യസ്ത പാറ്റേണുകൾ ഞാൻ ഓടിച്ചു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി തന്നെ ആയിരിക്കണം. നമ്മൾ ഒരുമിച്ച് ഈ മിനിറ്റുകളിൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. അപ്പം 15 വ്യത്യസ്ത രീതികൾ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ മിനിറ്റുകളിൽ റിപ്പൻറ്റ് ചെയ്യേണ്ടവർ റിപ്പൻറ്റ് ചെയ്യാൻ റെഡിയായിക്കോ. ഹല്ലേലൂയ. ചില തഴക്ക ദോഷങ്ങൾക്കകത്തുനിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചില രോഗവിഷയങ്ങൾക്കകത്തുനിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ആക്സിലറേഷനെ അത് സ്റ്റോപ്പ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഡിലേകളെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ രോഗം സൗഖ്യമായേ മതിയാവും. അപ്പോൾ ഈ മിനിറ്റുകളിൽ കർത്താവിനോട് വാശി പിടിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. അപ്പോൾ യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി സൗഖ്യങ്ങൾ കടന്നു വരും. ഒന്നാമത്തെ രീതി, അവനോട് നമ്മൾ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ, പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ്, സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി റെസിപ്രോക്കലായിട്ടല്ലേ, ഈ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനമായിട്ട്, അതിൻ്റെ ഒരു റെസിപ്രോക്കലായിട്ട് എന്ത് വരുന്നു, സൗഖ്യം കടന്നു വരുന്നു. ഒന്നാമത്തെ രീതി. രണ്ടെന്താണ്, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യത്തെ കൊണ്ടുവരുന്നു. മൂന്നാമത് നമ്മൾ പറഞ്ഞു, ആരാധിക്കുമ്പോൾ രോഗസൗഖ്യം സംഭവിക്കും. നാലാമത് എന്താണ്, an attitude of repentance and humility brings healing. അഞ്ചാമതായിട്ട്, തകർന്ന ഹൃദയങ്ങൾ, ബ്രോക്കൺ ഹാർട്ട് അട്രാക്ട്സ് ഹീലിംഗ്. ഹല്ലേലൂയ. അപ്പോൾ കഠിനമായി പോയ ഏതെങ്കിലും ഹൃദയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കർത്താവ് അതിനൊന്ന് ഉടയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. എൻ്റെ കഠിനമായി പോയ ഹൃദയത്തെ ഒന്ന് ഉടയ്ക്കണമേ. ഹല്ലേലൂയ. ആ തകർന്ന ഹൃദയങ്ങൾ, ആ ബ്രോക്കൺ ഹാർട്ട് എന്താണ്, കർത്താവ് സൗഖ്യത്തെ കൊണ്ടുവരും. ഇനി നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ സൗഖ്യം വരും. എങ്ങനെയാണ്? കർത്താവ് വചനം അയച്ച് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. ഇനി ഏഴാമത്തെ രീതി എന്താണ്, ദരിദ്രരോട് ദയ കാണിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കും. മുട്ടുകുത്തി അപേക്ഷിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുമെന്ന് മാർക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായത്തിൽ നമ്മൾ കണ്ടു. ചില പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ രോഗസൗഖ്യം സംഭവിക്കും. ചില ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുമ്പോൾ എന്താണ്, രോഗസൗഖ്യം ലഭിക്കും. സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി, സ്പിരിറ്റ് ഓഫ് സിക്നസ്. പിന്നെ യേശുവിലുള്ള വിശ്വാസം, ആ രക്തസ്രാവക്കാരിയിൽ സൗഖ്യം കൊണ്ടുവന്നതുപോലെ തന്നെ യേശുവിലുള്ള ആഴത്തിലുള്ള കോൺഫിഡൻസ്, ട്രസ്റ്റ് എന്താണ്, അത് സൗഖ്യത്തെ കൊണ്ടുവരും. പിന്നെ ഹോളി കമ്മ്യൂണിയൻ എന്താണ്, സൗഖ്യത്തെ കൊണ്ടുവരും നമ്മൾ കണ്ടു. അനുസരണം സൗഖ്യത്തെ കൊണ്ടുവരുന്നത് കണ്ടു. പിന്നെ ദൈവത്തിൻ്റെ അഭിഷിക്തരുടെ വാക്കുകൾ അതനുസരിക്കുമ്പോൾ സൗഖ്യം കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്ത ചില നന്മ പ്രവർത്തികളെ ദൈവത്തിന് മുമ്പാകെ ഓർമ്മിപ്പിക്കുമ്പോൾ എന്താണ്, ദൈവം മനസ്സിലിവ് തോന്നി തൻ്റെ കൃപയാൽ, കരുണയാൽ ചില സൗഖ്യങ്ങളെ നമ്മളിലേക്ക് റിലീസ് ചെയ്യാനിടയാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മിനിറ്റുകളിൽ സ്വർഗം നിങ്ങളെ ഈ ശുശ്രൂഷയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ഈ സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്. ചില രോഗവിഷയങ്ങൾക്ക് പിന്നിൽ പാപങ്ങളാണെങ്കിൽ, ചില രോഗവിഷയങ്ങൾക്ക് മുമ്പിൽ ചില തഴക്കദോഷങ്ങളാണെങ്കിൽ, ഇന്ന് ആ കഠിനമാക്കപ്പെട്ട ഹൃദയം ഇന്ന് പരിശുദ്ധാത്മാവ് മുഖാന്തരം അത് സോഫ്റ്റനാകട്ടെ. കർത്താവിനോട് പറഞ്ഞ, ലോർഡ്, ഐ വോണ്ട് ടു കം ഔട്ട് ഓഫ് ദിസ്. ഈ രോഗത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. അതിൻ്റെ റൂട്ട് പ്രോബ്ലം എന്താണെന്ന് ഹോളി സ്പിരിറ്റ്, യു ആർ ദ ഓൺലി വൺ ഹൂ നോസ്. എന്നോട് കർത്താവ് ഇപ്പോൾ സമയം പറയുന്നു, സർജറികൾ ക്യാൻസൽ ചെയ്യപ്പെടുമെന്ന് പറയുന്നു. അതായത് നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചില സർജറികൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ഡോക്ടർമാർ പറയുന്ന ചില വിഷയങ്ങൾക്കകത്ത് യേശു കർത്താവ് സൗഖ്യത്തെ ഈ മിനിറ്റുകളിൽ ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നിങ്ങളുടെ ശരീരങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന സമയമാണ്. ഒരു മിനിറ്റ് നേരം നമ്മൾ ഈ പാട്ടിൻ്റെ വരികളിലൂടെ പോകുന്ന സമയത്ത് നിങ്ങളെ കർത്താവ് തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. ഞാൻ വ്യക്തമായിട്ട് സെപ്പറേറ്റായിട്ട് ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് യേശുവിൻ്റെ സൗഖ്യം ഓരോ ശരീരങ്ങളിലേക്കും റിലീസ് ചെയ്യപ്പെടുന്ന സമയമാണ്. ഓരോ ശരീരങ്ങളിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന സമയമാണ്. യേശുവേ, നന്ദി കർത്താവേ. ഓരോ മക്കളെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയം യേശുവിൻ്റെ അടിപ്പിനാൽ ഉള്ള സൗഖ്യം
ഓരോ ശരീരങ്ങളിലേക്ക് ഞാൻ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ റെഡിയാക്കിയ ഈ സമയത്ത് വിശ്വാസത്തിൽ എൻ്റെ കൂടെ ഒന്ന് ചേർന്നേ. നമ്മൾ ദൂരെയാണെങ്കിലും പരസ്പരം നേരിട്ട് കാണുന്നില്ലെങ്കിലും വിശ്വാസത്തിലും ആത്മാവിലും നമുക്കിപ്പോൾ ഒരുമിക്കാൻ സാധിക്കും. ഒരേ ഹൃദയത്തിൽ നമുക്ക് ഒരുമിക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് ചില ഇൻസ്ട്രക്ഷനുകൾ, ചില സൗഖ്യത്തിൻ്റെ ചില ഇൻസ്ട്രക്ഷനുകൾ ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഐ റിസീവ് ദറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആ രോഗവിഷയമുണ്ടെങ്കിൽ നിങ്ങൾ ഐ റിസീവ് മൈ ഹീലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് റെസ്പോണ്ട് ചെയ്താട്ടെ. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആ ശരീരങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യും, സൗഖ്യങ്ങൾ സംഭവിക്കും. യേശുവേ നന്ദി കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ച് ചെയ്യുന്ന നിമിഷം യേശുവേ ഓരോ ശരീരങ്ങളും സൗഖ്യമാകാൻ വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഹല്ലേലൂയ. ആന്തരിക അവയവങ്ങൾ, ജോയിൻറ്റ് പെയിനുകൾ, അസ്ഥി രോഗങ്ങൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, അടഞ്ഞ ഉദരങ്ങൾ, രക്തസ്രാവം, ഹല്ലേലൂയ, ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ, തലച്ചോറിനകത്തുള്ള വിഷയങ്ങൾ, കണ്ണിനകത്തുള്ള കാഴ്ചക്കുറവുകൾ, മുടി കൊഴിച്ചിൽ പോലുള്ള രോഗങ്ങൾ, സ്കിൻ അലർജികൾ, അതൊക്കെ ഈ സമയത്ത് സൗഖ്യമാകുന്ന സമയമാണ്. നിങ്ങളൊന്ന് വിശ്വാസത്തിലൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. I am the God that healeth thee. I am the Lord, your healer. I send my word and I heal your disease. I am the Lord, your healer. യേശു പറയുന്നു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. I am the Lord that healeth thee. I am the Lord, your healer. ഒന്ന് വിശ്വസിച്ച് യേശുവിനെ. I send my word and I heal your disease. I am the Lord, your healer. ഉദര സംബന്ധമായ രോഗമാണെങ്കിൽ നിങ്ങൾ ആ ഉദരത്തിലേക്ക് കൈവച്ച ഈ സമയത്ത്, ഇപ്പം കൈവെക്കുന്ന സമയത്ത് തന്നെ ഒരഗ്നി, ഒരു തീ നിങ്ങളുടെ ആ കൈകളിലേക്ക്, ആ കൈകളിലൂടെ നിങ്ങളുടെ ഉദരങ്ങളിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ആരും വെറുതെ ഇരിക്കരുത്. ഇത് അഭിഷേകത്തിൻ്റെ സമയമാണ്. ഇത് സ്വർഗം ഇടപെടുന്ന സമയമാണ്. ഇത് രോഗസൗഖ്യത്തിൻ്റെ സമയമാണ്. ഇത് ചങ്ങലകളെ സ്വർഗം പൊട്ടിക്കുന്ന സമയമാണ്. ഇത് യേശു തൻ്റെ മക്കളോട് ഇടപെടുന്ന സമയമാണ്. ഉദര സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർ നിങ്ങളുടെ വലതുകരം ആ ഉദരത്തിലേക്ക് വെച്ച ഈ സമയത്ത് അഗ്നി ഇറങ്ങുന്ന സമയമാണ്. നിങ്ങളുടെ ആ വലത് കൈ ഉദരത്തിലേക്ക് വെക്കുമ്പോൾ ആ ഉദരത്തിലൂടെ പരിശുദ്ധാത്മ അഗ്നി ഇറങ്ങി ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങളെ കൊണ്ടിരുന്ന സമയമാണ്. നിങ്ങളുടെ ശിരസിൽ ആണ് വിഷയമെങ്കിൽ ആ ശിരസിലേക്ക് കരം വെച്ച് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഷോൾഡറിനാണ് വിഷയമെങ്കിൽ ആ ഷോൾഡറിലേക്ക് കരം വെച്ച് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഹാർട്ടിനാണ് വിഷയമെങ്കിൽ ആ ഹാർട്ടിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ലങ്സ് ബ്രീത്തിങ് ഇഷ്യൂസ് ആണെങ്കിൽ അവിടേക്ക് കരം വെച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ത്രോട്ടിനാണ് ഇൻഫെക്ഷൻ എങ്കിൽ അവിടേക്ക് കരം വെച്ച് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞേ, ഐ റിസീവ് മൈ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് നിങ്ങൾ പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ മേൽ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് വിശ്വാസത്തിൻ്റെ ഭാഷയിൽ അത് പറഞ്ഞ് ഒരു പ്രൊഫറ്റിക് റെസ്പോൺസ്, എ പ്രൊഫറ്റിക് റെസ്പോൺസ്. ഐ റിസീവ് മൈ ഹീലിംഗ്. ഓ ലോർഡ്, ഹല്ലേലൂയ, ലോർഡ് ജീസസ്, ഹല്ലേലൂയ. യു ആർ മൈ ഗോഡ് ലോർഡ്, യു ആർ മൈ ഹീലർ. അങ്ങനെ സൗഖ്യമാക്കുന്ന നല്ല യഹോവയാണ്, നല്ല കർത്താവാണ്. കാൽവരി കുരിശിൽ അങ്ങെടുത്ത ആ എല്ലാ സഹനങ്ങളും എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണല്ലോ. ഈ സമയത്ത് അതിനെ സ്വീകരിച്ച്, ഈ സമയത്ത് ആന്തരിക അവയവങ്ങളിലേക്ക് അത് സ്വീകരിച്ച് ഈ മിനിറ്റുകളിൽ സ്വർഗീയ ശക്തി ഇറങ്ങുന്ന സമയമാണ്. ഓരോ ശരീരങ്ങളിലേക്ക് സൗഖ്യങ്ങൾ വ്യാപരിക്കുന്ന സമയമാണ്. You are the God that healeth me. You are the Lord, my healer. You send your word. You send your word and you heal my disease.
You are the Lord my heal. വചനമയച്ച് യേശുവിനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർ, കരയുന്നവർ, ഈ സമയത്ത് യേശു വചനമയച്ച് നിങ്ങളെ സൗഖ്യമാക്കുന്ന ഈ സമയത്ത് I release the healing word in your life right now. Hallelujah. Oh Father, we thank you. Hallelujah. ഓരോ ശാരീരിക അവയവങ്ങളും ഈ സമയത്ത് സൗഖ്യമാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. I command your kidney to be healed in Jesus name. നിങ്ങളുടെ കിഡ്നികൾ സൗഖ്യമാകാൻ ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ലിവർ ഈ സമയത്ത് സൗഖ്യമാകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഹോർമോണൽ ലെവലുകൾ ബാലൻസ് ആകാൻ ഞാൻ കൽപ്പിക്കുന്നു ഈ സമയത്ത്. ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകാൻ ഞാൻ കൽപ്പിക്കുന്നു ഈ സമയത്ത്. ഹാർട്ട് ബ്ലോക്കുകൾ വിട്ടുമാകാൻ കൽപ്പിക്കുന്നു ഈ സമയത്ത്. നട്ടലിന്റെ വേദനകൾ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. ആർത്രൈറ്റിസുകൾ വിട്ടുമാകാൻ കൽപ്പിക്കുന്നു ഈ സമയത്ത്. Receive your healing in the name of Jesus. Receive the healing in Jesus name. Father, we thank you. Hallelujah. യേശുവേ, You are the God that healeth me. You are the Lord, my healer. You sent your word and you healed my disease. You are the Lord, my healer. പറഞ്ഞ യേശുവിനോട് അങ്ങനെ സൗഖ്യമാക്കണം ഈ സമയത്ത്. ഹാർട്ടിന് മേൽ കരം വെച്ച് പറഞ്ഞ് ഹാർട്ട് ബ്ലോക്കുകൾ ഈ സമയത്ത് വിട്ടുമാകട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഹാർട്ട് ബ്ലോക്കുകൾ ഈ സമയത്ത് ശരീരങ്ങളെ വിട്ടുമാകട്ടെ ഈ സമയത്ത്. ലങ്സിൻ്റെ ഇൻഫെക്ഷനുകൾ വിട്ടുമാകട്ടെ ഈ സമയത്ത്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റികൾ വിട്ടുമാകട്ടെ ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ. ഓ ജീസസ്, ഐ താങ്ക് യു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ രോഗത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള ചില കുഞ്ഞുങ്ങളെ കർത്താവ് കാണിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭവനത്തിൽ ആ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അവരെ അടുത്ത് വിരിച്ച് നിങ്ങളുടെ കരം വെച്ച് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ഈ മിനിറ്റിൽ നിങ്ങൾ ആ കരം ആ കുഞ്ഞിൻ്റെ മേൽ വെക്കുമ്പോൾ യേശുവിൻ്റെ ശക്തി, സൗഖ്യമാക്കുന്ന ശക്തി, ദ ഹീലിംഗ് ടച്ച് ഓഫ് ജീസസ് അത് ആ കുഞ്ഞിലേക്ക് പ്രവഹിക്കും ഈ സമയത്ത്. ആ കുഞ്ഞിലേക്ക് അത് ഒഴുകി ഇറങ്ങും ഈ സമയത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh hallelujah, 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 hallelujah. The wave of healing, സൗഖ്യത്തിൻ്റെ ഒരു വേവ് ഈ ശുശ്രൂഷയിൽ റിലീസ് ചെയ്യപ്പെടട്ടെ ഈ സമയത്ത്. Father, we thank you. Hallelujah. യേശുവേ, hallelujah. ശിരസ് മുതൽ പാദം വരെ ഈ മക്കളുടെ ശരീരം മുഴുവൻ റീസ്റ്റോറേഷൻ സംഭവിക്കട്ടെ, ഹീലിംഗ് സംഭവിക്കട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമം മഹത്വത്തിന് വേണ്ടി അതിറങ്ങട്ടെ ഈ സമയത്ത്. ഈ കർത്താവിനെ കാണിക്കുന്നു. ചില പാദങ്ങൾ, ചില കാൽപാദങ്ങൾ ബലഹീനമാക്കപ്പെടുന്ന, വീക്ക്നെസ് അനുഭവിക്കുന്ന ചില കാൽപാദങ്ങൾ, ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തരിപ്പ് പോലെ അനുഭവിക്കുന്ന ചില കാൽപാദങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകുന്നു ഈ സമയത്ത്. കാലിൻ്റെ ആ ഫുട്ട് ഏരിയ, കാൽപാദങ്ങൾ, അവിടേക്ക് യേശുവിൻ്റെ സൗഖ്യം വരുന്ന ഈ സമയത്ത്. അതോടൊപ്പം തന്നെ ഒരു കാൽ ബലഹീനമാക്കപ്പെട്ട, 2 കാലിനകത്ത് ഒരു കാലിന് എന്തോ തളർച്ച പോലുള്ള ഒരു ബ്രദറിനെ യേശു സൗഖ്യമാകുന്നു. നിങ്ങളുടെ കാലുകൾക്കകത്ത് ഏതെങ്കിലും ഒരു കാലിന് നിങ്ങൾക്ക് ബലഹീനമാക്കപ്പെടുന്ന പോലുള്ള അവസ്ഥയുണ്ടെങ്കിൽ ഈ സമയത്ത് ആ കാലിലേക്കൊന്ന് കരം വെച്ച് പ്രാർത്ഥിച്ചേ. ഈ സമയത്ത് എൻ്റെ കർത്താവ് ഒരു സഹോദരനെ കാണിക്കുന്നു. നിങ്ങളുടെ 2 കാലിൽ ഒരു കാലിന് ബലക്കുറവാണ്, ഒരു ബലക്ഷയം പോലെ. നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുമെങ്കിൽ ഒരു കാലിന് എന്തോ ഒരു ബലഹീനത പോലെ. ഇപ്പോൾ ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കാലിലേക്ക് ശക്തി വരട്ടെ. I release the power, the healing power of the great King, the Lord Jesus, into your feet right now, into your leg right now. ആ കാലുകൾ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. 2 കാലും, ഹല്ലേലൂയ, ഒരുമിച്ച് ശക്തിയോടെ നടക്കുവാൻ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ഈ സമയത്ത്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിടലി വേദനകൾ ഈ സമയത്ത് യേശു എടുത്തു മാറ്റുന്നു.
പിടലി വേദനകൾ യേശു എടുത്തു മാറ്റുന്നു. ഈ സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി യേശു സൗഖ്യമാക്കുന്ന ഈ സമയത്ത് റിസീവ് യുവർ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അവൻ സൗഖ്യമാക്കുന്ന നല്ല യഹോവയാണ്. അവൻ സൗഖ്യമാക്കുന്ന കർത്താവാണ്. ഹി ഈസ് മൈ ഗോഡ് ഹു ഹീൽ മീ. ഹല്ലേലൂയ. യേശുവേ, യു ആർ ദ ലോർഡ് മൈ ഹീലർ. I trust in you, oh my Lord. I believe in you, oh Lord Jesus. Father, we thank you. Hallelujah, 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 hallelujah. Yeshua nandi, hallelujah, hallelujah, hallelujah. You are the God that healeth me. You are the Lord, my healer. Parne Yeshuvinode. You sent your word and you healed my disease. You are the Lord, my healer. Yeshua, Yeshua, en diyani ninde mriduswaram. ചിലരൊക്കെ കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ മൃദുസ്വരം ഇന്ന് നിങ്ങളെ നോക്കി റിലീസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് സൗഖ്യം സംഭവിക്കാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിനകത്ത് വിടുതൽ സംഭവിക്കാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു റീസ്റ്റോറേഷൻ സംഭവിക്കാൻ പോവാണ്. ചില തകർന്ന ഹൃദയങ്ങൾ ഇന്ന് ആശ്വസിപ്പിക്കപ്പെടുന്ന സമയമാണ്. താങ്ക് യു ജീസസ്. പ്രൈസ് ടു ജീസസ്. വർഷിപ്പ് യു ലോർഡ്. പ്രഷർ വേരിയേഷനുകൾ ഈ സമയത്ത് കർത്താവ് ഫിക്സ് ചെയ്യുന്ന ഈ സമയത്ത് റിസീവ് യുവർ ഹീലിംഗ്. റിസീവ് യുവർ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ യേശു നല്ല കർത്താവാണ്. ഈ യേശു സൗഖ്യമാക്കുന്ന കർത്താവാണ്. യേശുവേ, ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്കിൻ ഇൻഫെക്ഷനുകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അൾസറിൻ്റെ വിഷയങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. Receive your mighty healing in the name of Jesus. In the name of Jesus. Oh Father, we thank you. അതിറങ്ങട്ടെ യേശുവേ ശുശ്രൂഷയിലേക്ക്. ചില വ്യക്തികൾക്ക് ശിരസിൽ ഇങ്ങനെ തണുപ്പ് പോലെ അനുഭവിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ഈ സമയത്ത് റിസീവ് ചെയ്ത് ഇറ്റ്സ് ദ ടച്ച് ഓഫ് ജീസസ്. യേശുവിൻ്റെ സൗഖ്യമാണ് ശരിക്കും. ചില വ്യക്തികൾക്ക് ശിരസിലേക്ക് ഇങ്ങനെ ഒരു തണുപ്പിറങ്ങുന്ന പോലെ ഉള്ളൊരവസ്ഥ. നിങ്ങളുടെ അകത്ത് മനുഷ്യനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. നിങ്ങളുടെ ലൈഫിനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്. നമ്മൾ നേരത്തെ കേട്ടു വചനത്തിനകത്ത്, എൻ്റെ ജനമനെ ആരാധിച്ചാൽ അവരുടെ ഭക്ഷണവും പാനീയവും ഞാൻ അനുഗ്രഹിക്കുകയും അവരുടെ ഇടയിൽ നിന്ന് രോഗത്തെ ഞാൻ നീക്കിക്കളയുകയും ചെയ്യും. ആരാധിച്ച ഈ സമയത്ത് ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കട്ടെ. ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ. ശാരീരിക രോഗവിഷയങ്ങൾ, മുട്ടിൻ്റെ വേദനകൾ ഈ സമയത്ത് മാറ്റപ്പെടട്ടെ. നട്ടലിൻ്റെ വേദനകൾ മാറിപ്പോകട്ടെ. യൂട്രസിനകത്ത് സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ട്യൂമറുകൾ വിട്ടുമാകട്ടെ. ഫൈബ്രോയിഡുകൾ വിട്ടുമാകട്ടെ. ഹെവി ബ്ലീഡിങ്ങുകൾ സ്റ്റോപ്പാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹൃദയത്തിനകത്തെ ആ വേദനകൾ, ബ്ലോക്കുകൾ വിട്ടുമാകട്ടെ. ലങ്സിനകത്തുള്ള ഇൻഫെക്ഷനുകൾ സൗഖ്യമാകട്ടെ. കണ്ണിനകത്ത് സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ചെവിയുടെ കേൾവി ഈ സമയത്ത് തിരികെ വരട്ടെ. പല്ലിനകത്ത് സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഓ ഫാദർ, വി താങ്ക് യു. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. ഐ ക്യാൻ സീ ദ ലോർഡ് ഈസ് ടച്ചിങ്. ദ ലോർഡ് ഈസ് ഹീലിംഗ് മെനി പീപ്പിൾ റൈറ്റ് നൗ. റിസീവ് യുവർ ഹീലിംഗ് ഇൻ ജീസസ് നെയിം. റിസീവ് യുവർ ഹീലിംഗ് ഇൻ ജീസസ് നെയിം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത്, ഐ റിസീവ് മൈ ഹീലിംഗ്, ഐ റിസീവ് മൈ ഹീലിംഗ്, ഐ റിസീവ് മൈ ഹീലിംഗ്. ആരാധന, 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 ആരാധന.
യേശുവിനെ ആരാധിച്ചേ. ആരാധന യേശുവിന്, ആരാധന ആരാധന യേശുവേ, ആരാധന യേശുവേ, ഭയങ്ങൾ ഈ സമയത്ത് വിട്ടുമാറുന്നു. കർത്താവ് പറയുന്നു, ഭയത്തിന്റെ ദുരാത്മാക്കളെ യേശു ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഭയത്തിന്റെ ദുരാത്മാക്കളെ യേശു ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ആങ്സൈറ്റികൾ, ഡിപ്രഷനുകൾ, ഡിസപ്പോയിന്റ്മെന്റുകൾ യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. കുടുംബങ്ങളെ, ജീവിതങ്ങളെ, ശരീരങ്ങളെ വിട്ടുപോ ഈ സമയത്ത്. ഓ ജീസസ്. ഇൻഡസ്റ്റൈനകത്ത് സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. ഇൻഡസ്റ്റൈനകത്ത്, കുടലിനകത്ത് സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. അത് റിസീവ് ചെയ്തേ. നിങ്ങളുടെ ആ വലത്തുകാരം ആ ഉദരഭാഗത്തിലേക്കൊന്ന് വെച്ച ഈ സമയത്ത് പരിശുദ്ധാത്മാവിനെ സൗഖ്യമാക്കുന്ന അഗ്നി ഈ സമയത്ത് ആ ഉദരങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ ഉദരങ്ങളിലേക്ക് അത് പ്രവേശിക്കട്ടെ. ആ ഇൻഡസ്റ്റൈൻ്റെ മേൽ സൗഖ്യം സംഭവിക്കട്ടെ. ആ ആന്തരിക അവയവങ്ങളുടെ മേൽ സൗഖ്യം സംഭവിക്കട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഒന്ന് പ്രാർത്ഥിച്ച ഈ സമയത്ത് എല്ലാവരും യേശുവേ ആരാധന, 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 യേശുവിന് ആരാധന. എന്റെ യേശു സൗഖ്യമാക്കുന്നവൻ, ആരാധിച്ചേ. വിടുതൽ നൽകുന്ന യേശു, ഹല്ലേലൂയ. ആ സ്നേഹം എന്നിലേക്ക് ഒഴുകുന്ന സമയമാണ്. ആ കൃപകൾ എന്നിലേക്ക് ഒഴുകുന്ന സമയമാണ്. ആ കൃപാവരങ്ങൾ എന്നിലേക്ക് ഒഴുകുന്ന സമയമാണ്. യേശുവേ, സൗഖ്യമാക്കുന്ന ചില ദൂതന്മാരെ ഞാൻ റിലീസ് ചെയ്യുന്നു. സൗഖ്യമാക്കുന്ന ചില ദൂതന്മാരെ ഞാൻ റിലീസ് ചെയ്യുന്നു. സൗഖ്യമാക്കുന്ന ഏഞ്ചൽസിനെ, ദ ഹീലിംഗ് ഏഞ്ചൽസുകളെ ഞാൻ റിലീസ് ചെയ്യുന്ന ഈ സമയത്ത്. ഹല്ലേലൂയ. ഗോ ആൻഡ് ഹീൽ the people of the Lord Jesus. Go and heal right now. Go and do the healing right now. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ I give command to the angels right now. I give an instruction to the healing angels right now. Go and heal the people of God. Go and heal the people of God. അവരായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ അവരുടെ ശരീരങ്ങളെ സ്പർശിച്ച് സൗഖ്യങ്ങളെ ചെയ്യുവാൻ കൽപ്പിക്കുന്ന ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഓ ഫാദർ, വി താങ്ക് യു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ്, വി താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 യേശുവിന് ആരാധന, ആരാധന, യേശുവിന് ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയ നല്ല പിതാവേ, ഈ മണിക്കൂറിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളുടെ ശരീരങ്ങളെ അങ്ങ് ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഓരോ ശരീരങ്ങളിലേക്കും യേശുവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി സൗഖ്യത്തെ അങ്ങ് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ സമയത്ത് ഓരോ ശരീരങ്ങളും പൂർണ്ണമായിട്ടും സൗഖ്യത്തെ സ്വീകരിക്കട്ടെ. യേശു കർത്താവ് കാൽവരി കുരിശിൽ കൊടുത്ത ആ വില ഈ ഫിസിക്കൽ വേൾഡിൽ മാനിഫെസ്റ്റഡ് ആകട്ടെ. ഹോർമോണൽ വേരിയേഷനുകൾ കറക്റ്റഡ് ആകപ്പെടട്ടെ. സോറിയാസിസുകൾ വിട്ടുമാകട്ടെ. മുട്ടിൻ്റെ വേദനകൾ മാറിപ്പോകട്ടെ. ശാരീരിക അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. നേർവിൻ്റെ കംപ്ലൈൻറ്റുകൾ ഈ സമയത്ത് വിട്ടുമാകട്ടെ. ശിരസ് മുതൽ പാദം വരെ ഓരോ ശരീര അവയവങ്ങളും യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യത്തെ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ അമൂല്യ രക്തത്താൽ നിങ്ങളെ മുദ്രയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കോട്ടയ്ക്കകത്ത് കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു മൈറ്റ്ലി. ആമേൻ, ആമേൻ, ആമേൻ. You are a helper at your night, Yahweh.
glory.